ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, നാം വളരെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന സമര കേരളത്തിന്റെ വീരപുത്രൻ, കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് കേരളം പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ, കൗതുകത്തോടുകൂടി ഉറ്റുനോക്കുന്ന സമാരാധനായ ശ്രീ രമേശ് ചെന്നിത്തല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു കൃഷ്ണയോടൊപ്പം UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജനോടൊപ്പം ഈ സമ്മേളന വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയെ കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഈ പാരിപ്പള്ളി പട്ടണത്തിലേക്ക്, നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ അതിർത്തി പ്രദേശമായ ഈ പ്രദേശത്തേക്ക്, പാരിപ്പള്ളി പട്ടണത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തെ മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCCയുടെ വൈസ് പ്രസിഡന്റായിരുന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജിഹ്വ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട, അതുപോലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും, നമ്മുടെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരാളും, സാഹിത്യ സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കരുത്തുറ്റ നേതൃത്വം നൽകുന്ന വ്യക്തിത്വവുമായ ഏറ്റവും ബഹുമാന്യനായ ഡോക്ടർ ശ്രീ സൂര്യനാട് രാജശേഖരൻ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് സന്തോഷത്തോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല, ചാത്തന്നൂർ നിയമസഭാ നിയോജക മണ്ഡലത്തെ മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന നിയമസഭാംഗം കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ ശ്രീ പ്രതാപവർമ്മ തമ്പാൻ, അദ്ദേഹം ഈ സമ്മേളന വേദിയിൽ സന്നിഹിതനായിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ ശ്രീ തമ്പാനെ ഈ വേദിയിലേക്ക് അഭിവാദ്യം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്ന വിഷയം അവസാനിപ്പിച്ച് സ്വീകരണ സമ്മേളനത്തിന്റെ ഔപചാരികമായ നടപടികളിലേക്ക് കടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ചാവ ക്യാപ്റ്റൻ, കേരളത്തിന്റെ പ്രത്യാശ, പ്രതീക്ഷ, പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിൽ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് തുടർഭരണം, നിങ്ങൾക്ക് 10 സീറ്റ്. 2021 തെരഞ്ഞെടുപ്പിൽ BJP CPM അന്തർധാരയുടെ വ്യക്തമായ സന്ദേശം ഇതിനകം ഉണ്ടായി കഴിഞ്ഞു. എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത്? എവിടെ പോയി ലഹരി മരുന്ന് വിപണനം? എവിടെ പോയി വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ, കേന്ദ്രാന്വേഷണ ഏജൻസികൾ? ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും നാമധേയത്താൽ അറിയപ്പെടുന്ന കേരള നിയമസഭയുടെ കളങ്കം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കളങ്കം, ആഗോള ജനാധിപത്യത്തിന് അപമാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശ്രീരാമകൃഷ്ണന്റെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് നോട്ടീസ് നൽകിയിട്ട് എന്തേ ചോദ്യം ചെയ്തില്ല? CM രവീന്ദ്രനെതിരായി അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവ് ലഭിച്ചിട്ടും എന്തേ തുടരന്വേഷണമില്ല? പുഷ്പം പോലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ശിവശങ്കർ IAS ജയിൽ മോചിതനായി ഒരു കേസ് നടക്കാൻ പോകുന്നില്ല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പ് തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്. 20 പ്രാവശ്യം SSC ലാവലിൻ കേസ് മാറ്റിവെച്ചു. ഒരു ക്രിമിനൽ അപ്പീൽ പെറ്റീഷൻ 3 വർഷമായി 20 പ്രാവശ്യം മാറ്റിവെക്കുന്നത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ല. മാറ്റിവെക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. 2 ദിവസം മുമ്പ് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ എറണാകുളത്തൊരു വേദിയിൽ കണ്ടുമുട്ടിയപ്പോഴുള്ള സൗഹൃദത്തിന്റെ ഊഷ്മളത രാഷ്ട്രീയം അറിയുന്നവർക്ക് അവരുടെ ശരീരഭാഷ കണ്ടാൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും.
അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ രാഷ്ട്രീയ സൗഹൃദത്തിന്റെ പിന്നാമ്പുറം കോൺഗ്രസിനെ തളർത്തി, UDF-നെ ദുർബലപ്പെടുത്തി, ഭൂരിപക്ഷ സമുദായത്തിൽ മുസ്ലിം വിരുദ്ധതയുടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ച് പ്രകോപനമുണ്ടാക്കി BJP-യെ വളർത്തി പ്രധാന പ്രതിപക്ഷ കക്ഷിയാക്കി മാറ്റുക. എന്നിട്ട് കുമ്മനം രാജശേഖരൻ, K. സുരേന്ദ്രൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു, BJP കേരളത്തിൽ അധികാരത്തിൽ വരുന്നു എന്ന ഭീതി പടർത്തി 46% വരുന്ന മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഏകീകരിച്ച് കൂടെ നിർത്തി ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക. പിണറായി വിജയന് സിംഗിൾ പോയിന്റ് അജണ്ട, പിണറായി വിജയന്റെ ഒറ്റ അജണ്ട, ആ അജണ്ട തുടർ ഭരണം. കേരളം തകർന്നാലും, കേരളത്തിന്റെ മതനിരപേക്ഷ ജനാധിപത്യ ബോധം കടപുഴകി വീണാലും, കേരളത്തിന്റെ സമ്പദ്ഘടന തകർന്നടിഞ്ഞാലും, ഭാവി കേരളം സാമ്പത്തിക തകർച്ചയിലേക്ക് വഴുതി വീണാലും വേണ്ടില്ല, ഒറ്റ ലക്ഷ്യം തുടർ ഭരണം. എന്തും ചെയ്യും, ആരുമായും കൂടും, SDP-യുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടും, RSS-യുമായി സഖ്യത്തിൽ ഏർപ്പെടും, ആരെയും കേസിൽ കൊടുക്കും. നരേന്ദ്രമോദിയുടെ മറ്റൊരു പതിപ്പായി മാറിയിട്ടുള്ള പിണറായി വിജയനോടും കേരളത്തിലെ CPM-നോടും ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ തന്ത്രം BJP-യെ വളർത്തി പ്രധാന പ്രതിപക്ഷ കക്ഷിയാക്കി പശ്ചിമ ബംഗാളിൽ, ത്രിപുരയിൽ പരീക്ഷിച്ചിട്ട് ഫലം കിട്ടിയിട്ടും പാഠം പഠിക്കാതെ നിങ്ങൾ BJP-യെ വളർത്തി പ്രധാന പ്രതിപക്ഷ കക്ഷിയാക്കി ഭാവിയിൽ കേരളത്തിന്റെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തുടർ ഭരണമെന്ന താൽക്കാലിക നേട്ടത്തിന് വേണ്ടി കേരളത്തിന്റെ ദീർഘകാല താല്പര്യത്തെ തമസ്കരിക്കുന്ന ഈ വർഗീയ നയം കേരളത്തിന്റെ മണ്ണിൽ പ്രാവർത്തികമാക്കാൻ UDF-ന്റെ കോക്കിൽ ശ്വാസമുള്ളിടത്തോളം കാലം അനുവദിക്കില്ല എന്ന് കേരളയാത്രയിൽ അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനമാണ് ഈ ഐശ്വര്യ കേരള യാത്രയിലെ മുഖ്യമായ രാഷ്ട്രീയം. ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞില്ലേ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവായിട്ടുള്ള ശ്രീ B. ഗോപാലകൃഷ്ണൻ, ചാനൽ ചർച്ചയിൽ വരുന്ന B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു, രണ്ട് പ്രധാനപ്പെട്ട ശക്തമായ രണ്ട് മുന്നണികളെ, തുല്യം നിൽക്കുന്ന രണ്ട് മുന്നണികളെ ഒരുമിച്ച് രണ്ട് മുന്നണികളെയും എതിർത്ത് ഒരിക്കലും മൂന്നാമതൊരു മുന്നണിക്ക് വിജയിച്ച് അധികാരത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം, ആ രണ്ട് ശക്തമായ തുല്യ ശക്തികളിൽ ഒരു ശക്തിയെ ഇല്ലാതാക്കണം. അങ്ങനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ശക്തി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF-നെയാണ്. ഇതാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മോദി അജണ്ട. ഇതാണ് UDF മുക്ത കേരളം എന്ന CPM അജണ്ട. രോഗി ഇച്ഛിക്കുന്നതും വൈദ്യൻ കൽപ്പിക്കുന്നതും പോലെ BJP ആഗ്രഹിക്കുന്നതും CPM പ്രാവർത്തികമാക്കുന്നതും ഒന്ന്. ഈ അവിഹിതമായ, അപ്രഖ്യാപിതമായ, അവിശുദ്ധമായ അന്തർധാരയെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ മതേതര ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ജനങ്ങളും, ജനാധിപത്യ വിശ്വാസികളും ഒറ്റക്കെട്ടായി കർമ്മരംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ UDF കോൺഗ്രസ് നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ നടത്തി കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജാഥയുമായി പോകുന്നത്. ഞങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ, ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് പരിഗണിക്കുന്ന ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ UDF ഗവൺമെന്റിന്റെ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ പിണറായി വിജയൻ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി വിശ്വാസി സമൂഹത്തിന് അനുകൂലമായ സത്യവാങ്മൂലം നൽകുമെന്ന് ഞങ്ങൾ അസന്നിഗ്ധമായി വിശ്വാസി സമൂഹത്തിന് ഉറപ്പു നൽകുന്നു. ചാത്തന്നൂരിലും നാമ ജപ ഘോഷയാത്ര നടന്നു. ആയിരക്കണക്കിന് വിശ്വാസികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു.
ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, നാമജപഘോഷയാത്ര നടത്തിയതിന്റെ പേരിൽ പിണറായി പോലീസ് എടുത്തിട്ടുള്ള മുഴുവൻ കേസുകളും UDF അധികാരത്തിൽ വരുമ്പോൾ പിൻവലിക്കുമെന്ന് ബഹുമാനപ്പെട്ട യൂനുസ് സാഹിബ് ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധ സമരം കൊല്ലത്ത് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പേർക്ക് രാജ്യത്തിന്റെ ചരിത്രത്തിൽ, മതേതര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാക്കിക്കൊണ്ട് ഇന്ത്യൻ പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെ ഗവൺമെന്റ്. അതിനെതിരെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്നു മുതൽ ദേശീയ തലത്തിൽ ആരംഭിച്ച അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിൽ കേരളത്തിൽ പങ്കെടുത്തവർക്കെതിരെ മുഴുവൻ കേസെടുത്തു. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഒരു സ്വരത്തിൽ പറയുന്നു, UDF അധികാരത്തിൽ വരുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിൽ പ്രതികരിച്ചവർക്കെതിരെ പിണറായി പോലീസ് എടുത്ത മുഴുവൻ കേസുകളും ഞങ്ങൾ പിൻവലിക്കും. ഒപ്പം ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പരമ്പര ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് പീപ്പിൾസ് മാനിഫെസ്റ്റോ 2021 ജനകീയ പ്രകടന പത്രിക 2021 അതിന്റെ കരട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി മാസം അവസാനം അല്ലെങ്കിൽ മാർച്ച് മാസം ആദ്യവാരം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും. പാരിപ്പള്ളിയിലുള്ളവർക്ക്, കടമ്പാട്ടുകോണത്തും പരവൂരും ചാത്തന്നൂരും ഈ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാവർക്കും, അതിന് പാർട്ടിയില്ല, LDF ആണെങ്കിലും UDF ആണെങ്കിലും BJP ആണെങ്കിലും, ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന കരട് പ്രകടന പത്രികയിന്മേൽ നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം. ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ പറയാം, കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ പറയാം. ജനകീയ അഭിപ്രായം സമാഹരിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ പ്രകടന പത്രിക 2021 ഞങ്ങൾ UDF അന്തിമ രൂപം നൽകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അങ്ങനെ രൂപം നൽകുന്ന പ്രകടന പത്രിക 5 വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കാനുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഈ ജാഥ പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മുട്ടിലിഴഞ്ഞ് PSCയിൽ അർഹതപ്പെട്ട തൊഴിൽ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുട്ടിലിഴയുന്ന പാവപ്പെട്ട യുവതിയുവാക്കളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന പിണറായി തമ്പ്രാന്റെ ഭരണത്തിന് അറുതി വരുത്താനുള്ള ഉജ്ജ്വലമായ ഒരു പോരാട്ടം. ദശലക്ഷക്കണക്കിന് വരുന്ന യുവതിയുവാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു, ഞങ്ങൾ തൽക്കാലം നിർത്തുന്നു, കാരണം തെരഞ്ഞെടുപ്പ്. പക്ഷേ തെരഞ്ഞെടുപ്പിലൂടെ എങ്ങാനും ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ താൽക്കാലിക ജീവനക്കാരുടെ പിൻവാതിൽ നിയമനം ഞങ്ങൾ നടത്തും. ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതിയുവാക്കൾ വോട്ടിന് പോളിംഗ് ബൂത്തിൽ പോകുന്നതിന് മുമ്പ് 1000 വട്ടം നിങ്ങളുടെ കർണങ്ങളിൽ പിണറായി വിജയന്റെ ശബ്ദം പതിയണം. ഞങ്ങൾ LDF വീണ്ടും അധികാരത്തിൽ വന്നാൽ പിൻവാതിൽ നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതിയെ വെല്ലുവിളിച്ച്, ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിൽ ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി വെല്ലുവിളിക്കുന്നു. ആ പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ തുടരണമോ? കേരളം ചിന്തിക്കുക, ആലോചിക്കുക. സ്വതന്ത്രമായ പൊതുപ്രവർത്തനം, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം. CPM ആണോ നിങ്ങൾക്ക് തൊഴിൽ? DYFI ആണോ തൊഴിൽ? പാർട്ടി അനുഭാവിയാണോ വ്യവസായം ആരംഭിക്കാം? പാർട്ടി അനുഭാവിയാണോ കച്ചവടം തുടങ്ങാം, വസ്തു വാങ്ങാം, വീട് വാങ്ങാം, കല്യാണം കഴിക്കാം? പാർട്ടി അനുഭാവിയാണോ സിനിമയിൽ അവാർഡ്? പാർട്ടി അനുഭാവിയല്ലേ സലിം കുമാറിനെ പോലെയുള്ളവരാണെങ്കിൽ ചലച്ചിത്രോത്സവ പടിക്ക് പുറത്ത്? ഇതെന്താണ്? സമ്പൂർണമായിട്ടുള്ള പാർട്ടിവൽക്കരണം, സമ്പൂർണമായിട്ടുള്ള പാർട്ടിയാധിപത്യം, പാർട്ടിയുടെ സമഗ്രാധിപത്യത്തിലേക്ക് നീങ്ങുന്ന ഈ സർക്കാരിന്റെ തുടർച്ച കേരളത്തിന് വേണ്ട. അത് അവസാനിപ്പിക്കണമെങ്കിൽ ചാത്തന്നൂർ നിയമസഭാ നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി വീണ്ടെടുക്കണം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ ഭൂരിപക്ഷം നൽകിയ പ്രബുദ്ധരായ ജനത പ്രതിനിധീകരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ് ചാത്തന്നൂർ നിയോജക മണ്ഡലം. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന രാഷ്ട്രീയ സാഹചര്യത്തിനേക്കാൾ
അനുകൂലമായ രാഷ്ട്രീയ പശ്ചാത്തലം അരങ്ങൊരുങ്ങിയിരിക്കുന്ന ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഏത് പാർട്ടിക്കാരനോ, ഏത് സ്ഥാനാർത്ഥിയോ, ഏത് സമുദായത്തിൽപ്പെട്ടവനോ ആരും ആയിക്കൊള്ളട്ടെ, ഐക്യ ജനാധിപത്യ മുന്നണി അംഗീകരിച്ച് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ അനന്തപുരിയിലേക്ക് അയച്ച്, കേരള നിയമസഭയിലേക്ക് അയച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റിനെ കേരളത്തിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചരിത്രപരമായ ദൗത്യത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ മുന്നണി പ്രവർത്തകരും ജനാധിപത്യ മതേതര വിശ്വാസികളും തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചരിത്ര പ്രധാനമായ പ്രൗഢഗംഭീരമായ ഈ സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ച ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചാത്തന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദം. 6 മണിക്ക് തുടങ്ങിയ യോഗമാണ്. നമുക്ക് മറ്റ് ഔപചാരികമായ സാധാ പ്രസംഗമോ അധ്യക്ഷ പ്രസംഗമോ യാതൊന്നും തന്നെ നടക്കുന്നില്ല. നമ്മുടെ 2 മുൻ ജനപ്രതിനിധികൾ കൃത്യം 5:30 മണിക്ക് മുമ്പ് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ പീതാംബരക്കുറുപ്പും ശ്രീ പ്രതാപവർമ്മത്തമ്പാനും 5:30 മണി തൊട്ടുള്ളതാണ്. ആരും തന്നെ പ്രസംഗിക്കുന്നില്ല. ദേശീയ ഫോർവേഡ് ബ്ലോക്കിന്റെ ദേശീയ സെക്രട്ടറി ക്ഷണിച്ചു. അദ്ദേഹം വേദിയിലുണ്ടായിരുന്നു. അദ്ദേഹം വോയിസ് ലിസ്റ്റ് സംസാരിക്കുന്നത് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമ്മുടെ ലീഡർ ശ്രീ രമേശ് ചെന്നിത്തലയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. യോഗത്തിന്റെ അധ്യക്ഷൻ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എല്ലാവരും കയറുന്നത് നമ്മളത് സംസാരിച്ചിട്ട് യോഗത്തിന്റെ അധ്യക്ഷൻ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ശ്രീ നെടുക്കോലൻ രഘു, സ്വാഗതം ഇവിടെ ആശംസിക്കാനിരുന്ന ശ്രീ ബിജു പാരിപ്പള്ളി, UDFന്റെ കൺവീനർ ശ്രീ MM ഹസൻ, നമ്മുടെ പ്രിയങ്കരനായ MP, ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ശ്രീ NK പ്രേമചന്ദ്രൻ MP, പ്രിയപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായ നമ്മുടെ പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ, KPCCയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശൂർണ രാജശേഖരൻ, ശ്രീ KC രാജൻ, രാജേന്ദ്ര പ്രസാദ്, വേദിയിലുള്ള KPCCയുടെ ജനറൽ സെക്രട്ടറിമാരായ പഴകുളം മധു, ബാബു പ്രസാദ്, രജികുമാർ, അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ, അഡ്വക്കേറ്റ് ബേബിസൺ, സൂരജ് രവി, കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ സെബാസ്റ്റ്യൻ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി KS ഹംസ, അഡ്വക്കേറ്റ് രാംമോഹൻ ഉൾപ്പെടെയുള്ള മറ്റ് ശ്രീ MM നസീർ, ആ പ്രിയങ്കരനായ നമ്മുടെ ആവേശമായ കേരളത്തിലെ കോൺഗ്രസിന്റെ ശബ്ദമായ ശ്രീ N പീതാംബരക്കുറുപ്പ്, ശ്രീ പ്രതാപവർമ്മത്തമ്പാൻ, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ സീനിയർ മുസ്ലിം ലീഗിന്റെ നേതാവ്
ശ്രീ യൂനുസ് ബിൻ സാഹിബ്, ഇനിയും പേര് പറയാനാണെങ്കിൽ ഒരു 100 പേരുടെ പേരുകളുണ്ട്. അതെല്ലാം പറഞ്ഞതായി കരുതുക. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപ്രവർത്തകരെ, പ്രിയങ്കരനായ സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ജനുവരി 31-ാം തീയതിയാണ് മഞ്ചേശ്വരത്തെ കുമ്പളയിൽ നിന്ന് പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഈ ഐശ്വര്യ കേരള യാത്ര ഉദ്ഘാടനം ചെയ്തത്. ഈ യാത്ര കടന്നു വന്ന വഴികളിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ ആർത്തലയ്ക്കുന്ന തിരമാല പോലെ ഐശ്വര്യ കേരള യാത്രയുമായി അണിചേരുകയാണ്. കേരള ചരിത്രത്തിൽ ഒരു യാത്രയ്ക്കും കിട്ടാത്ത ജനപിന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം പിണറായി വിജയനെ ജനങ്ങൾ മടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് വന്ന് ഈ സർക്കാർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളാണ് ഈ ജാഥയിൽ അതിശക്തമായ സാന്നിധ്യം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാഥ ഐശ്വര്യമുള്ളൊരു കേരളത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടിയാണ്. സംശുദ്ധമായ ഒരു സൽഭരണത്തിന് വേണ്ടിയാണ്. പ്ലീസ് പ്ലീസ്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളം കാണുന്നത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണമാണ്. ഇതുപോലെ കൊള്ള നടത്തിയ ഒരു ഭരണകൂടത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല. കേരളത്തിലെ പ്രതിപക്ഷം ഓരോ അഴിമതിയും എണ്ണി എണ്ണി നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു മന്ത്രി രാജിവെച്ചത് സ്വന്തം ബന്ധുവിനെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തതിന്റെ പേരിലാണ്. ബന്ധു നിയമനത്തിന് പേരിൽ EP ജയരാജന് രാജിവെക്കേണ്ടി വന്നു. മറ്റൊരു മന്ത്രി രാജിവെച്ച കാര്യം ഞാൻ പറയുന്നില്ല. ട്രാൻസ്പോർട്ട് മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. മറ്റൊരു മന്ത്രി ദിവംഗതരായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ആ മന്ത്രിക്കും രാജിവെക്കേണ്ടി വന്നു. കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ അഴിമതി നടത്തിയ, ശാസ്ത്രീയമായി അഴിമതി നടത്തിയ മറ്റൊരു ഗവൺമെന്റ് ഇല്ല. നമ്മൾ ആലോചിക്കണം. അഴിമതി രഹിതമായ ഒരു ഭരണം വാഗ്ദാനം ചെയ്തു വന്ന ഗവൺമെന്റാണ്. സ്വതന്ത്രപക്ഷപാതവും അഴിമതിയും മാത്രമായിരുന്നു ഈ സർക്കാരിന്റെ മുഖമുദ്ര. ഈ ഗവൺമെന്റ് വന്ന ശേഷം 3 ലക്ഷം പേരെയാണ് പിൻവാതിലൂടെ നിയമിച്ച ആളുകളുടെ കണക്ക് മുഖ്യമന്ത്രിയുടെ കയ്യിലില്ല. പക്ഷേ എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ പിണറായി വിജയന് കൊടുക്കാം എത്ര പേരെ നിയമിച്ചുവെന്ന്. നിയമസഭയിൽ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു 1.5 ലക്ഷം പേരെ സർക്കാരിൽ പിൻവാതിലൂടെ നിയമിച്ചു. അത് കഴിഞ്ഞ് ബോർഡുകൾ, കോർപ്പറേഷനുകൾ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നീണ്ടുപോകുന്നു. 3 ലക്ഷം പേരെ ഒരു യോഗ്യതയുമില്ലാതെ, മാനദണ്ഡമില്ലാതെ, സംവരണ തത്വങ്ങൾ പാലിക്കാതെ നിയമിച്ച നടപടിക്കെതിരായി ഇന്ന് കേരളത്തിലെ യുവാക്കൾ സമരം ചെയ്യുന്നു. സമരം ചെയ്യുന്ന യുവാക്കളോട് ഈ ഗവൺമെന്റിന്റെ അലർജിയാണ്.
മുഖ്യമന്ത്രിക്ക് സമരത്തോട് അലർജിയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അലർജിയാണ്. നരേന്ദ്രമോദി RSSന്റെയും BJPയുടെയും അജണ്ടയ്ക്കെതിരെ സമരം ചെയ്യുന്ന കർഷകരെ പറ്റി വിളിച്ചത് എന്താണ്? സമര രോഗികൾ. ഇവിടെ പിണറായി വിജയൻ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? ഇന്നലെ ആ സമരത്തിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞു, ഒരു 5 മിനിറ്റ് ഞങ്ങളെ കേട്ടിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിച്ചേനെ. ഇയാൾ ആരാണെന്നാണ് ഇയാളുടെ വിചാരം? കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയല്ലേ? അതുകൊണ്ടല്ലേ ജനങ്ങൾ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്? പ്രേമേന്ദ്രൻ ഇവിടെ പറഞ്ഞപ്പോൾ ഇവിടെ എന്താ രാജഭരണമാണോ? പ്രജാക്ഷേമ തൽപരരായ രാജാക്കന്മാരായിരുന്നു കേരളത്തിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നത്. ജനങ്ങളെ ഭയന്ന് ജനവികാരത്തെ മാനിച്ച് ഭരിച്ച ഭരണാധികാരികളായിരുന്നു കേരളത്തിലും തിരുവിതാംകൂറിലും ഉണ്ടായിരുന്നത്. ഇന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. സെൽഫി എടുക്കാൻ കുട്ടികൾ വന്നാൽ കുട്ടികളെ കൈതട്ടി മാറ്റുന്നു. ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. ചലച്ചിത്ര അവാർഡ് വിതരണം. എല്ലാ മുഖ്യമന്ത്രിമാരും ചലച്ചിത്ര അവാർഡ് കൊടുത്തു. കെ കരുണാകരൻ ആരംഭിച്ചതാണ്. അവാർഡുകൾ ഇങ്ങനെ നിരത്തി വെച്ചു. എന്നോട് മൈക്കിലൂടെ ഒരാൾ പേര് വിളിക്കുകയാണ്. എല്ലാവരും വന്നപ്പോൾ മുഖ്യമന്ത്രി പറയും എടുത്തുകൊണ്ട് പോകാൻ. ഓരോരുത്തർ നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ ഇതൊരു മുഖ്യമന്ത്രിക്ക് കോവിഡ് ടെസ്റ്റ് നടത്തി സർട്ടിഫിക്കറ്റുമായി വന്ന ചലച്ചിത്ര താരങ്ങളോടാണ് ഈ അപമാനം ഉണ്ടായത്. 4 പ്രമുഖരായ ചലച്ചിത്ര താരങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു, സാറെങ്കിലും ഇതൊന്ന് പറയണം. ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ തനി നിറം. പത്രക്കാരെ കണ്ടാൽ പറയും കടക്ക് പുറത്തെന്ന് പറയും. 2 മാസം കഴിഞ്ഞ് ഇവിടെ ഇലക്ഷൻ വരാൻ പോകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ പോകുന്നു എന്നതാണ്. ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണ്ടേ? നാട് നശിച്ച് ഉമ്മൻ കുറുത്ത് കിടക്കുന്നു. ഒരു ജോലിയില്ല, കൂലിയില്ല, കയ്യിൽ 10 പൈസയില്ല. കോവിഡ് വന്നപ്പോൾ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളുടെയും ഗവൺമെന്റുകൾ നേരിട്ട് ജനങ്ങൾക്ക് പണം കൊടുത്തു. നേരിട്ട് ലോകത്തെ എല്ലാ ഭരണകൂടങ്ങളും കൊടുത്തു. അമേരിക്കയിലും ഫ്രാൻസിലും ഒക്കെ ആളുകളുടെ പേരിൽ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം കൊടുക്കാൻ ഗവൺമെന്റ്. തമിഴ്നാട് ഗവൺമെന്റ് കൊടുത്തു, രാജസ്ഥാൻ ഗവൺമെന്റ് കൊടുത്തു. കേരളത്തിൽ മാത്രം 20,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു. അതിൽ 14,000 കോടി PWDക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന കടമാണ്, കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന പണമാണ്. കോവിഡ് കാലത്ത് 1 രൂപയുടെ സഹായം ജനങ്ങളുടെ കയ്യിൽ കൊടുത്തില്ല. ഇവിടെ കച്ചവടക്കാരുണ്ടല്ലോ. കേരളത്തിൽ 10 ലക്ഷം കച്ചവടക്കാർ, അവരോടൊപ്പം ജോലി ചെയ്യുന്ന ഏതാണ്ട് 25 ലക്ഷത്തോളം വരുന്ന ജോലിക്കാർ 1 രൂപ അവർക്ക് ഈ ഗവൺമെന്റ് കൊടുത്തില്ല. പ്രളയം വന്നു, ഇപ്പോൾ കോവിഡും വന്നു, 1 രൂപ കൊടുത്തില്ല. KSRTC വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്, സ്വകാര്യവൽക്കരിക്കാൻ തീരുമാനിച്ചു. പുതിയ കമ്പനി ഉണ്ടാക്കിയിരിക്കുകയാണ്. 2 തവണ ശമ്പള പരിഷ്കരണം നടന്നു. KSRTCക്കാർക്ക് ശമ്പള പരിഷ്കരണമില്ല, ശമ്പളമേ ഇല്ല, പെൻഷനുമില്ല. ആരുടെ താല്പര്യമാണ് ഈ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്? ശബരിമലയെ പറ്റി ഇവിടെ ആരാണ് ശബരിമല അയ്യപ്പനെ അപമാനിച്ചത്? അയ്യപ്പനെ ആക്ഷേപിച്ചവരാരും വെറുതെ പോവില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
നിത്യബ്രഹ്മചാരിയായ അയ്യപ്പ സങ്കല്പത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി 2 യുവതികളെ സന്നിധാനത്തിലേക്ക് പറഞ്ഞു വിട്ടത്. വിശ്വാസികളുടെ വികാരങ്ങളെ ചവിട്ടി മെതിച്ച ഒരു സംഭവമായിരുന്നു. കേരളം അത് പൊറുക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ ശബരിമലയിലെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി പ്രത്യേക നിയമനിർമ്മാണം നമ്മൾ നടത്തുമെന്ന് പറയാൻ എല്ലാ വിശ്വാസികളുടെയും താല്പര്യം നമ്മൾ സംരക്ഷിക്കുന്നു. ഹിന്ദു മതത്തിലെ വിശ്വാസികളും ക്രൈസ്തവ മതത്തിലെ വിശ്വാസികളും ഇസ്ലാം മതത്തിലെ വിശ്വാസികളും ഒരുപോലെ ആ വിശ്വാസ സമൂഹത്തെ രക്ഷിക്കാൻ UDF മാത്രമേ കഴിയൂ. ചരിത്രം അതാണ് തെളിയിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ പ്രേമൻ സൂചിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പച്ച വർഗീയത പറയുന്നു, മതങ്ങളെ തമ്മിലടിപ്പിക്കുന്നു, മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുന്നു. അതുവഴി രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുക. രണ്ടുപേരുടെയും ലക്ഷ്യം UDFനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഉൾപ്പെടെയുള്ള കള്ളക്കടത്ത് കേസുകളെല്ലാം ആവിയായി നമ്മൾ കാണുന്നില്ലേ? അത് മാത്രമല്ല, ഞാൻ പ്രതിപക്ഷ നേതാവിനുള്ള നിരവധി ആരോപണം ഉന്നയിച്ചു. സ്പ്ലിങ്കർ അഴിമതി, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ ആരോഗ്യ വിവരങ്ങൾ ഒരു അമേരിക്കൻ കുത്തക കമ്പനിക്ക് നൽകി കോടികൾ തട്ടാനുള്ള ശ്രമമായിരുന്നു. പമ്പയിലെ കോടിക്കണക്കിന് രൂപയുടെ മണല് സ്വകാര്യ മുതലാളിമാർക്ക് വിൽക്കാൻ തീരുമാനിച്ചു. 4000 കോടി രൂപ ഉപയോഗിച്ച് 3000 ഇലക്ട്രിക്കൽ ബസ് വാങ്ങാനുള്ള അഴിമതി, ബബ്കോ അഴിമതി, ഇതെല്ലാം കേരളത്തിൽ കോവിഡിന്റെ മറവിൽ നടന്ന അഴിമതികളാണ്. നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, UDF ഗവൺമെന്റ് അധികാരത്തിൽ വരും അന്ന് ഈ അഴിമതികളെ പറ്റി നമ്മൾ അന്വേഷിക്കും. ഉത്തരവാദികളായ ആളുകളെ കയ്യാമം വെച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുമെന്ന തർക്കം വേണ്ട. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഈ സർക്കാരിനെതിരായിട്ടാണ് നമ്മുടെ പോരാട്ടം. UDFന് ഒരു ബദൽ അജണ്ടയുണ്ട്. ന്യായ പദ്ധതി. പാവപ്പെട്ട ഒരു കുടുംബത്തിന് 6000 രൂപ അവരുടെ കൈകളിൽ പ്രതിമാസം എത്തുന്ന രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിപ്ലവകരമായ നടപടി UDF ഗവൺമെന്റ് വന്നാൽ കേരളത്തിൽ നടപ്പാക്കും. ബിൽ രഹിത ആശുപത്രികൾ, പാവപ്പെട്ടവർക്ക് ബില്ല് കൊടുക്കാതെ ചികിത്സ കൊടുക്കുന്ന സംവിധാനം കേരളത്തിൽ നടപ്പാക്കും. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരും. അതിനുള്ള പ്രീമിയം ഗവൺമെന്റ് അടയ്ക്കും. അങ്ങനെ നമ്മുടെ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ജനങ്ങളുടെ മാനിഫെസ്റ്റോ ആയിരിക്കും. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. പീപ്പിൾസ് മാനിഫെസ്റ്റോ 2021@gmail.com. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം. കേരളത്തിലെ UDF വിഭാവനം ചെയ്യുന്നത് ഐശ്വര്യപൂർണമായ ഒരു ഭരണമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഓഖി, നിപ്പ, പ്രളയം, കോവിഡ് ദുരന്തങ്ങളിലൂടെയുള്ള യാത്രയായിരുന്നു. അത് അവസാനിപ്പിച്ച് നാടിനെ ഐശ്വര്യപൂർണമായി നയിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഇവിടെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ നെടുങ്കോലൻ രഘു, കൺവീനർ ബിജു പാരപ്പള്ളി, UDF നിയോജകമണ്ഡലം കൺവീനർ രാജൻ കുറുപ്പ്, ശ്രീ സുന്ദരേശൻ പിള്ള, സുൽഫിക്കർ സലാം, പ്ലാക്കോട് ടിങ്കു, കെ ചാക്കോ, ശ്യാമോഹൻ, ഷുഹൈബ്, ഷീലാൽ, ഉണ്ണികൃഷ്ണൻ, സുഭാഷ് പുളിക്കൽ, സിസ്ലി സ്റ്റീഫൻ അടക്കം എല്ലാ UDF നേതാക്കളും
ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ആയിരക്കണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരും നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. DC Secretary ഉണ്ണികൃഷ്ണൻ വായിച്ചു പ്ലീസ്. സ്വീകരിക്കുന്നവർക്ക് കയറിയുള്ള അവസരമാണ്. സ്വീകരിക്കാനുള്ളവരുടെ ലിസ്റ്റ് വായിക്കുകയാണ്. ആദ്യമായി പൂയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ബിനോയ്, PO മാണി, ഗിരീഷ് കുമാർ, വസന്തകുമാരി, സാറമ്മ ജോഷി, ഹംസ റാവുത്തർ, ജിബിൻ, ഗീത ജോർജ്, രാജു ചാവടി. ചെറക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ സത്യദേവൻ, UDF കൺവീനർ ശ്രീ CR അനിൽ, ശ്രീ ദിലീപ് ഹരിദാസൻ പഞ്ചായത്ത് മെമ്പർ, K സുജയകുമാർ പഞ്ചായത്ത് മെമ്പർ, ശ്രീ ബിജു വിശ്വ. സ്വീകരിക്കാനുള്ളവർ ബഹുമാനപ്പെട്ട ജാഥ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവരെ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്വീകരിക്കാനുള്ളവർ സ്റ്റേജിലേക്ക് കടന്നു വരണം. മുനിസിപ്പൽ കൗൺസിലർ ശ്രീ സുധീർ കുമാർ, ശ്രീ ശാന്തികുമാർ, അഡ്വക്കേറ്റ് വേണുഗോപാൽ RSPക്ക് വേണ്ടി സ്വീകരിക്കുന്നു. ശ്രീ കുളമടാനിൽ UDF കൺവീനർ പാരിപ്പള്ളി. ഇപ്പുറത്തൂടെ അങ്ങനെയാണ് ശ്രീ ജനക്കര ഷാബു, ശ്രീമതി അന്നമ്മ ചാക്കോ,